ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുട്ടില്ലാതെ പറ്റില്ല. പുട്ടും കടലക്കറിയോ അല്ലെങ്കിൽ ഇഷ്ടവോ അല്ലെങ്കിൽ ചെറുപയറോ അതുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ആമിക്കുട്ടി ഞാനും കൂടിയാണ് കഴിക്കാനിരിക്കുന്നത്. ബാക്കി രണ്ടുപേരും ഉറക്കക്ഷീണം കാരണം അവിടുന്ന് എണീക്കുന്നില്ല, ടി വിയും കണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങളിതാ സമയമായപ്പോൾ വന്നിരുന്നു, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. എത്രയെന്ന് വെച്ചിട്ടല്ലേ കാത്തിരിക്കുക. മൊത്തത്തിൽ സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഡേ ആണ്. രാവിലെ ഒരുപാട് പാത്രം കഴുകാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആമിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ആമിയും ഞാനും കൂടിയാണ് ഇന്ന് പാത്രം കഴുകുന്നത്. അണ്ണൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ആമിക്കുട്ടി അവൾക്ക് കഴിയുന്ന പോലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്നത് വളരെ നന്നാവണം എന്നൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വഴിക്കേ അവർ തിരിഞ്ഞു നോക്കണമെന്നില്ല. അതെനിക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ മാത്രമല്ല, ഇപ്പം അൻഷു ആണെങ്കിലും ആമിയാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ അവർ തന്നെ ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കുട്ടികളെ കൊണ്ട് ഇതുപോലുള്ള ജോലികൾ ചെയ്യിക്കുന്നത് നല്ലതാണോ അല്ലേ? കമൻറ്റുകൾ എന്തായാലും നെഗറ്റീവായാലും നല്ലതായാലും എന്തായാലും നമുക്കറിയാലോ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ ഉണ്ടാവുക. എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ പറയണേ. ഇപ്പം ആമിക്കുട്ടിയുടെ വീട് ബാക്കിൽ കാണുന്നതാണ് ആമിക്കുട്ടിക്ക് നമ്മൾ അന്ന് ഉണ്ടാക്കിയ വീട്. അപ്പോൾ അവിടുത്തെ കളിയൊന്നും ഇന്നിപ്പോൾ കളിക്കാനൊന്നും പോയിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ തൊട്ട് സൈഡിലുള്ളത് എൻ്റെ നൈസ് നിൽക്കുന്ന വീടാണ്, നൈസിൻ്റെ വീടാണ്. ഇവിടെ തന്നെയാണ്, ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് അവർക്കും വീട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേയിലെ മോർണിംഗ് പരിപാടികൾ. ഇത് പാത്രം ആമി ഉറച്ചായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ നമുക്ക് കേൾക്കാനുള്ളതാണ്. അടുത്തത് അമ്മ വെച്ചിരുന്നു 2 പാത്രം. യെസ്, നല്ല വൃത്തിയിൽ ചെയ്യണം കേട്ടോ. അതിന് മണം തോക്കണേ, നല്ല സ്മെല്ലുണ്ടോ? സോപ്പിൻ്റെ സ്മെല്ലാണോ? കുറച്ച് ദിവസമായിട്ട് അൻഷു എന്നോട് ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ അമ്മി എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. വേറെ ഒന്നിനല്ല, അടുക്കളയിൽ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അതൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നെ സോപ്പിട്ട് അങ്ങനെ ഓരോന്ന് ചോദിച്ച്. ബിസ്ക്കറ്റൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോകുക അല്ലേ? നമുക്ക് കഴിക്കാനുള്ള ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ ഗൈസ്, നിങ്ങൾ തന്നെ പറയൂ, ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇത്ര നേരം കഷ്ടപ്പെട്ട് ഞാനും ബിരിയാണി ഉണ്ടാക്കിയിട്ട് എന്നെ വെയിറ്റ് ചെയ്യാതെ ഇവരെല്ലാവരും കഴിക്കുന്നത് നോക്കൂ ഗൈസ്. നിങ്ങൾ പറയൂ, ഇത് ശരിയാണോ? കണ്ണിന്ന് മുടി മാറ്റാമീ, മുടി കണ്ണിലെത്തിണ്ട്. പപ്പടം കൊടുത്തല്ലോ, പപ്പടം നന്നല്ലേ? ഇനിയില്ല. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിതാ പുറത്ത് പോവാണ്. അപ്പം സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം, ശനിയും ഞായറും ശരത്തേട്ടന് ഉച്ചയ്ക്ക് ശേഷം കളിക്കാനാണ് പോവാറ്. അപ്പം നമ്മൾ ഇന്ന് സമ്മതിച്ചില്ല, കളിക്കാൻ പോകണ്ട, ഇന്ന് എന്തായാലും പുറത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെയും കൂട്ടിയിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് എങ്ങോട്ടാ പോവാ നമ്മള്? വിഷുവിന് എവിടെയാ ഇഷ്ടം? അമ്മയ്ക്ക് എവിടെയാ ഇഷ്ടം? എവിടെ? മനസ്സിലായില്ല. ഇത് നമ്മൾ ഇടയ്ക്ക് വരാറുള്ള ബീച്ചാണ്. ഈ ബീച്ചിലാണ് നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് കുതിരസവാരിയൊക്കെ നടത്തിയത്. അപ്പം ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ഇപ്പം നല്ല നട്ടുച്ച, നല്ല വെയിലും നല്ല ചൂടൊക്കെയാണ്, പുറത്തിറങ്ങാനേ പറ്റില്ല. പക്ഷേ ഈ സമയത്തും ഒരുപാട് പേര് അവിടെ വന്നിട്ട് കുളിക്കുന്നുണ്ട്. അവിടെ സമ്മതിക്കണം കേട്ടോ.
ഇതുപോലുള്ള എല്ലാ സിഗ്നൽസിൻ്റെ അവിടെയും നമുക്ക് ഇതുപോലെ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നതിനുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം വണ്ടി എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ ക്യാഷൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വണ്ടീൻ്റെ പുറകെ അവർ ഓടുന്നത് കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് സങ്കടം തോന്നും, അവരുടെയൊക്കെ ജീവിതം ആലോചിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഇന്ന് ജംഗ്ഷൻ മാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു മാളാണ് ഈ ജംഗ്ഷൻ മാള്. അപ്പോൾ ഇവിടുന്ന് അൻഷുന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് സ്കൂളിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മളിതാ ഇതിന് പുറമെ പിന്നെ അൻഷുന് പ്രൊജക്റ്റിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വാങ്ങിച്ചു. അപ്പം അൻഷുന് വാങ്ങിച്ചാൽ അറിയാലോ, എന്തായാലും മറ്റേ ആൾക്കും വേണ്ടി വരും. ആമി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഏട്ടന് മാത്രം വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആമിക്കും വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോവാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ളോഗ്, സൺഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അധിക സൺഡേയിലും ഞങ്ങളിങ്ങനെ പുറത്തൊന്നും പോകാറില്ല. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.